ഹലോ, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇതൊരു മുല്ലച്ചെടിയാണ്. ഇതിൽ മുഴുവനും പൂവായിരുന്നു. കണ്ടപ്പോൾ ഒരു രസം തോന്നി. രാവിലെ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് അപ്പോൾ അതങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാപ്പിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പാപ്പിൻ്റെ കണ്ണൊന്നും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. പവർ എത്രയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് കൊണ്ടുപോകണം. എല്ലാവരും പ്രാർത്ഥിക്കണേ പവറൊക്കെ കമ്മിയായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പാപ്പി ഇടുന്ന ഗ്ലാസ് 14 അപ്പോൾ അതിൽ നിന്നും കമ്മിയായി കിട്ടണം. കമ്മിയായി വന്നാൽ മാത്രം തന്നെയാണ് അവളിങ്ങനെ നോക്കുമ്പോഴേ ചില സമയത്തൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുക. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തീനാളലേ വരിക എന്ന് പറയില്ലേ, അങ്ങനത്തെയൊക്കെ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ വരും. എന്ന് ചോദിച്ചാൽ കേൾക്കാതിരിക്കണത് പിന്നെയും ആളുകളെ ശ്രദ്ധിക്കില്ല, പക്ഷെ കാണാതിരിക്കണ കാര്യമൊന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ട്. അവളുടെ മുന്നിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ പിടിക്കാനും അത് നോക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് കണ്ണിൻ്റെ പവർ എത്രയാണെന്ന് കൊണ്ടുപോകാൻ കാണിക്കും. അപ്പോൾ രാവിലെ നേരത്തെ എണിച്ച് അതിനുള്ള പണിത്തിരക്കൊക്കെയാണ്. വൈകുന്നേരം ആണ് പോകണത്. രോഷി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോകുള്ളൂ. എനിക്ക് രോഷിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പാപ്പിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് രോഷി വന്ന ശേഷം പോകാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ ചോറ് വെന്തു ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പാപ്പി ഇനിയും ഉറങ്ങി എണീറ്റില്ല, നല്ല ഉറക്കമാണ്. ഇങ്ങനെയാണ് കിടന്നുറങ്ങുക കേട്ടോ. എല്ലാവരും പുതപ്പൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നു, ചൂടാക്കി വെച്ചു. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പാത്രം അധികം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകാൻ പുറത്തു കൊണ്ടിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ചോറ് വയ്ക്കാനുള്ള വെള്ളം, ഇത് വൈകുന്നേരത്തേക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പിൽ വയ്ക്കുന്ന സമയത്ത് അതിനെ നമ്മൾ പിടിച്ച് അടച്ചു വയ്ക്കും. അത് കഴിഞ്ഞ് രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയായിരുന്നു. ഇത് പാപ്പിക്ക് ഇഷ്ടമാണ് കേട്ടോ, പച്ചരി ദോശ. അതുകൊണ്ടാണ് നമ്മൾ അധികവും പച്ചരി ദോശ തന്നെ ഉണ്ടാക്കുന്നത്. പച്ചരിയും തേങ്ങയും മാത്രം ഇട്ടിട്ട് അരച്ചെടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യിലാണ് ഞാൻ എപ്പോഴും ഈ ദോശ പാപ്പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ദോശ വീഡിയോ എടുക്കുമ്പോഴേക്കും തന്നെ ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. അതിന് ദോശയൊക്കെ ഒഴിച്ച് അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ചീര വാങ്ങിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൂടി ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ് വേകാൻ വെച്ച് അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എന്താ നമ്മുടെ പാപ്പിയ അപ്പോഴേക്കും ഉറങ്ങി എണീറ്റിട്ട് അവിടെ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റാലും അടുത്ത ആളില്ലെങ്കിലും ഉണ്ടാവാതെ കിടക്കും. അങ്ങോട്ട് ഉരുണ്ട് വരിക, അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല കളി മൂടൊക്കെ ആണെങ്കിൽ മാത്രമേ വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, സുന്ദരിക്കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. എന്തായാലും കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ അലക്കിയെടുത്ത് ഇതവിടെ വൃത്തിയാക്കി ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അധികം വെയിലും ഉണ്ട്, അപ്പോൾ പിന്നെയും അധികം തുണി ഉണ്ടായിരുന്നു. 2-3 ദിവസമൊക്കെ നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ തുണി ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അലക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇട്ടു. ഒരുമിച്ച് തന്നെ അലക്കിയാലും മുറ്റത്ത് ചെയറൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഉണക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള തുണി കൂടി അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ വലിയൊരു സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറേ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്, കറിയൊന്ന് സെറ്റാക്കാനുണ്ട്, അത്രയൊക്കെ തന്നെ ഇനിയുള്ളൂ. അല്ലേ പാപ്പി? അപ്പോൾ എണ്ണ തേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും പാപ്പിൻ്റെ കാലിലും മേലെയൊക്കെ എണ്ണ തേക്കണം. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഡ്രസ്സ് അഴിക്കാത്താണ്. വീഡിയോ ഓഫാക്കിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അഴിച്ച് മേലേക്ക് തേക്കും. നമുക്കൊരു സമാധാനമാണ് ഡെയിലി ഇത് ചെയ്തു കൊടുക്കുമ്പോൾ. എന്താ പറയുക, എവിടെയെങ്കിലും ഒരു ഇത് ശരിയാകും എന്നുള്ളൊരു വിശ്വാസവും സമാധാനമാണ് അല്ലേ. ആരൊക്കെ എന്തൊക്കെ തന്നെ ഇത് മാറില്ല എടുക്കില്ല എന്ന് പറയുകയാണെങ്കിലും ഒരു അമ്മയെന്ന നിലയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവ ശരിയാകും എന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ അമ്മമാരും തന്നെയാണ് ഇവരെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ തന്നെ ഒരു ഇതിലാണ് നമ്മളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ദൈവം എല്ലാം കേൾക്കും. പാപ്പിയെ എണ്ണ തേച്ച് കുച്ചാ പോവാണ് തന്നെ, സുന്ദരിയാണ്. തരില്ലേ? എന്താണ് തരാത്തത്? എന്താ തരില്ല പറയണ? പറയേ. നിനക്ക് ഇത്തുമല്ലേ എണ്ണ തയ്ക്കുന്നത്? ഇത്തുമല്ലേ, പിന്നെ എന്തിനു കാലിട്ട് വന്ന്? എണ്ണ തയ്ക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയണം. എന്ന് ചോദിച്ചാൽ 1/2 മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ ഇരുത്തും.
എണ്ണ തേച്ച് കഴിഞ്ഞിട്ട്. അതാണ് അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അല്ലേ? പാപ്പി കുഞ്ഞേ, കുഞ്ഞാപ്പിയേ, കുഞ്ഞാപ്പി ചായ കുടിച്ചാ? ചായ കുടിച്ചാ പൊന്നുണ്ണി? പാപ്പി പാപ്പി ചായ കുടിച്ചാ? കാല് കണ്ട എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നു അല്ലേ? ഒരു കുഴപ്പമില്ല. എത്ര എന്തായത് ഇപ്പോൾ ഓക്കെ ആയി വന്ന കാലമാണ്. ഇതൊക്കെ കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ ആയി വന്നതാണ്. അപ്പോൾ എല്ലാം ശരിയാവും അല്ലേ പാപ്പി? പാപ്പി ഗുഡ് ഗേൾ. പാപ്പി ഗുഡ് ഗേൾ ആവും. സുന്ദരി പാപ്പിയാവും. പാട്ട് പാടാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ അഴിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാം കേട്ടോ. പറയാ കാക്ക 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 കാക്കേ. പുറത്തൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്ക് കാലൊക്കെ താഴെ വയ്ക്കാൻ ഭയങ്കര മടി. മണ്ണിൻ്റേത് തട്ടിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ അവൾ കാല് വലിക്കുന്നുണ്ട്. വേണ്ട അതെന്നെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. അങ്ങനെ ഇരിക്കും. അങ്ങനെ വയ്ക്കും, ഇങ്ങനെ വയ്ക്കും. ബലമായി പിടിക്കണമെന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് സപ്പോർട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. കാല് മണ്ണൊക്കെ കുറച്ചാവട്ടെ. അവൾ പറയാം മണ്ണിൽ നടക്കില്ല പറയണം. അപ്പോൾ മണ്ണിൽ നടക്കാതെ നീ എവിടെ പോയി നടക്കാനാണ്? കാലിൽ മണ്ണാവണം, എന്നാലല്ലേ ശരി. ഇവിടെ വയ്ക്കും. പിന്നെ ഇവിടെ ആകുമ്പോൾ നമുക്ക് തെറ്റിലിങ്ങനെ ഇവിടെ കാലിങ്ങനെ കൊണ്ട് വയ്ക്കുകയും ചെയ്യാം. അവൾക്ക് ഇങ്ങനെ റോഡിലത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം വന്നിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനെ വെച്ച് വേണ്ട. ഇങ്ങനെ പറയണ സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ കാലിങ്ങനെ വെക്കുന്നുണ്ട് താഴേക്ക്. അപ്പോൾ അടുത്തൊരാൾ വേണമെന്ന് ചോദിച്ചാൽ ഭയങ്കര കുറുമ്പൊക്കെയാണ്. അതുകൊണ്ട് ഈ ചുമരിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടേ ഇങ്ങോട്ടേക്ക് തള്ളാനൊക്കെ പോകും. ഒറ്റയ്ക്കൊന്നും ഇവിടെ ഇരുത്താനൊന്നും പറ്റില്ല. എന്തൊക്കെ കണ്ടു പാപ്പി? വണ്ടി പോയത് കണ്ടാ കുഞ്ഞു പാപ്പി? വണ്ടി ഏതിയേ പോയി? വണ്ടി ഏതിയേ പോയി? ഏതിയേ പോയി? വണ്ടി എവിടെ? എവിടെ വണ്ടി? വണ്ടി നോക്കിയിരിക്കുകയാണ് കുട്ടി. ഇതിയാണ് വണ്ടി പോണ. ഏതിയേ വണ്ടി പോകും? അതേ വണ്ടി പോകും. ഏതിയേ പാപ്പി വണ്ടി പോണ? പാപ്പി നല്ല കുട്ടിയാണ്, ഗുഡ് ഗേളാണ്. പാപ്പിക്ക് ഒരു മത്തൻ ചെടിയൊക്കെ വന്നിട്ടുണ്ട്. പാപ്പിൻ്റെ അമ്മ വെച്ചത് അതാ അവിടെ ഒരു മത്തൻ്റെ ചെടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതാ വണ്ടി 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 അതാ വണ്ടി പോണോ? കണ്ടാ വണ്ടി പോയത് കണ്ടാ? അപ്പോൾ എന്തായാലും ഇനി ഉള്ളിലൊക്കെ പോയിരിക്കട്ടെ. കുറച്ച് അധിക സമയം കുറച്ച് നേരം ഇങ്ങനെ ഇരുത്താമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കാലിപ്പോൾ ഒരു പേടി മാറാൻ വേണ്ടിയിട്ടേ കാല് താഴെ വയ്ക്കണത് ഭയങ്കര ആൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ മണ്ണിലും താഴെയൊക്കെ വയ്ക്കണത്. അപ്പോൾ ഇനി ഇവിടെ നിർത്തിയിട്ട് വേണം. ഇനി അടുത്തത് മുറ്റത്താണ് നീ നിൽക്കേണ്ടത്, അറിയോ? മണ്ണിലാണ് ഇനി നിൽക്കേണ്ടത്. അങ്ങോട്ട് വാ. ഇങ്ങനെ കുമ്പിടുകയാണെങ്കിലും കാലിന് ബലം കൊടുക്കുന്നുണ്ട്. വേണ്ട നല്ല ഇന്നലെ ഞാൻ പിടിച്ച് ആടുമ്പോഴൊന്നും ആടണില്ല. ഇതും അതേപോലെ തന്നെ നല്ല ബലത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ തുണിയൊക്കെ എടുത്ത് ഞാൻ മടക്കി വയ്ക്കണ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി എടുത്ത് വയ്ക്കട്ടെ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങളും എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കുറേ തുണി ഉണ്ടായിരുന്നു മടക്കി വയ്ക്കുക. അത് മടക്കി വെച്ചില്ലെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കും. ഇത് മടക്കി വയ്ക്കുമ്പോൾ ഞാനും പാൻറ്റും ബനിയനും വേറെ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുപോലെ ആർക്കാണെങ്കിലും പോയി തരേണ്ട ആവശ്യം വരില്ലല്ലോ. അതായത് സാധനങ്ങൾ പോയി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പാപ്പിനെ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരുടെയൊക്കെ ഒരുമിച്ചങ്ങ് മടക്കിയിട്ട് ഒരു ബക്കറ്റ് ഉണ്ട്, അതിലിട്ടിട്ട് അടച്ചെടുത്ത് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യണത് പതിവ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ പോണ കാര്യം എന്താ പറയുക, ഒരുപാട് സന്തോഷത്തോടെ ആവട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ ആ വിശേഷമായി നമ്മൾ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.